ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കുന്നതിന് 1-2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനെപ്പോഴും പുതിയ വീഡിയോ ഇടാനുള്ള മടി കാരണം കൊണ്ട് ഇങ്ങനെ ലേറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല ഇടയിൽ നമ്മൾ നാട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീട്ടിൽ വന്ന് എല്ലാം ഒന്ന് ബാക്ക് ടു നോർമൽ ആവാൻ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പതുക്കെ പതുക്കെ വീണ്ടും ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അറിയിക്കുക കേട്ടോ ഇങ്ങനെ ഉണ്ട് വീഡിയോസ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ദോശയും നല്ല ഗാർലിക് ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ദോശ ചുടാൻ തുടങ്ങിയപ്പോൾ ഏട്ടൻ പിന്നെ പറഞ്ഞു ഞാൻ വന്ന് ചുട്ടുതരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ്റെ ദോശ. ഏട്ടനാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ദോശ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് പറയാം. നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ തിന്നായിട്ട് പരത്താൻ പഠിപ്പിച്ച ഏട്ടനാണ്. പിന്നെ ഇന്ന് ദോശയുടെ കൂടെ ഗാർലിക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ വർഷിക്കുട്ടിയുടെയും വിവാൻ്റെ ഫേവറേറ്റ് ഒരു ചട്നിയാണ് ഈ ഗാർലിക് ചട്നി. അപ്പോൾ അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അരച്ചതിന് ശേഷം കുറച്ച് നല്ലെണ്ണയും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഇതിൽ പിന്നെ കടുകൊന്നും താളിച്ച് ഒഴിച്ചിട്ടൊന്നുമില്ല. ചിലപ്പം താളിക്കും, ചിലപ്പം താളിക്കില്ല. അത് ഓരോ ദിവസത്തെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. പക്ഷേ ഇതിന് ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ മറ്റേ ചമ്മന്തിക്കൊക്കെ മതി ഇങ്ങനെ കടുക് താളിക്കുന്നത്. അപ്പോഴത്തേനും വശിക്കുട്ടിയും വിവാനും രണ്ടുപേരും ദോശയുടെ മണം കേട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ദോശപ്രിയരാണ് കേട്ടോ എല്ലാവരും. ഇഡലിയെക്കാട്ട് കൂടുതൽ എല്ലാവർക്കും ദോശയോടാണ് ഇഷ്ടം. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് വന്നതുകൊണ്ട് ചേട്ടൻ ഒരു ദോശ ഈക്വലായിട്ട് മുറിച്ച് 2 പേർക്കായിട്ട് കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമില്ല, രണ്ടുപേരും ഒരാൾ വെയിറ്റ് ചെയ്യട്ടേന്ന്. ഇല്ലില്ല സാരമില്ല, 2 പേർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് പിന്നെ 2 പേർക്കും ഒന്നിച്ച് തന്നെ കൊടുത്തു. നല്ല അടിപൊളി ക്രിസ്പി ദോശയാണ് കേട്ടോ ഏട്ടൻ ഉണ്ടാക്കുന്നത്. ഇവരുടെ എല്ലാ ഫേവറേറ്റ് ക്രിസ്പി ദോശയാണ്. എൻ്റെയൊക്കെ വീട്ടിൽ എപ്പോഴും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന നല്ല കട്ടി ദോശയുണ്ടല്ലോ, നമ്മുടെ തട്ടുകട സ്റ്റൈൽ ദോശ, അതായിരിക്കും കൂടുതൽ കേട്ടോ. ഏട്ടൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ക്രിസ്പി ദോശ ഉണ്ടാക്കാൻ പഠിച്ചത്. ഏതോ തട്ടുകടയിൽ നിൽക്കണ പോലെ ഉണ്ട് ഇപ്പോൾ. നമുക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ, ദോശ റെസ്റ്റോറൻറ്റ്. ഒരു തട്ടുകട ഇട്ടാലോ, അല്ലെങ്കിൽ ദോശക്കട. നല്ല കല്ലല്ലേ. സാധാരണ എപ്പോഴും എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. ഇന്ന് ഞാൻ പിന്നെ ഏട്ടൻ പറഞ്ഞു നീ ആദ്യം കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം തന്നെ ദോശ വെച്ചു. നല്ല അടിപൊളി ക്രിസ്പി ദോശയും നല്ല ചമ്മന്തിയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗാർലിക് ചട്നി. പിന്നെ കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ഞാൻ അതിനെയും കൂടെ ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഏട്ടനും കൂടെ ദോശ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം റെഡിയാക്കി ഇനിയിപ്പം കിച്ചണൊക്കെ വീണ്ടും ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് വേണം അടുത്ത ഉച്ചക്കത്തെ പരിപാടി നോക്കാൻ. അപ്പോൾ വെളിയിൽ നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ബ്ലൈൻഡ്സ് ഒന്നും മാറ്റാറേ ഇല്ല. പിന്നെ ഇപ്പോൾ ശരി ചുമ്മാ വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക എയർ സർക്കുലേഷൻ കിട്ടട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തതാണ്. പക്ഷേ തുറന്ന് വെച്ചത് മാത്രം അറിയാം നല്ല തണുത്ത കാറ്റ് ഉള്ളിലേക്ക് അടിച്ച് കയറാൻ തുടങ്ങി. ഇച്ചിരി നേരം ഒരു 5 മിനിറ്റൊന്നുമില്ല, അതിനുള്ളിൽ തന്നെ ഞാൻ വീണ്ടും കതകൊക്കെ അടച്ചു. കാരണം പിന്നെ അല്ലെങ്കിൽ വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല. വെളിയിൽ നോക്കിയാൽ സൂര്യനൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ വെറുതെയാണ് കേട്ടോ, ചൂടൊന്നുമില്ല. അതിനിടയിൽ വശിക്കുട്ടി ഇവിടെ ഇരുന്ന് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ നാളായി ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ. ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം ഭയങ്കര മടിയാണ്. വല്ലപ്പോഴും ഒക്കെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യുന്നത്. കുറച്ച് നേരം ചെയ്ത് ഒരെണ്ണം വരച്ച് കഴിഞ്ഞ് പിന്നെ പോയിട്ട് നമുക്ക് 2 പേരും ഇരുന്ന് ടാബും ഐപാഡും ഒക്കെ ഇരുന്ന് കാണുകയാണ്. പിന്നെ വെക്കേഷൻ ടൈമിന് പ്രത്യേകിച്ച് വെളിയിൽ പോയി കളിക്കാനൊന്നും പറ്റില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ട് ജീന വിളിച്ചിരുന്നു. നമുക്ക് ഇവിടെ വണ്ടർലാൻഡ് ഗ്ലാസ്ഗോയിൽ വിൻ്റർ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം കഴിയാറായായിരുന്നു. നമ്മൾ ജനുവരി 7-നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. നമ്മൾ പോയത് ജനുവരി 4-നായിരുന്നെന്ന് തോന്നുന്നു. എല്ലാ വർഷവും ഇവിടെ വിൻ്റർ ഫെസ്റ്റ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മുമ്പത്തെ വർഷമാണ് നമ്മൾ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ആ വർഷത്തെക്കാട്ടി ഈ പ്രാവശ്യം ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ വർഷം കഴിയുമ്പോഴും ഇങ്ങനെ അവർ കൂട്ടിക്കൊണ്ട് വരുവാണെന്ന് തോന്നുന്നു റൈഡ്സിൻ്റെ എണ്ണങ്ങളൊക്കെ. അതുകൊണ്ട് കാണാനും ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഐസ് സ്കേറ്റിംഗ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പം അതെവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 6:30-ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഐസ് സ്കേറ്റിംഗ് ചെയ്തിട്ട് പിന്നുള്ള റൈഡിലൊക്കെ കയറാമെന്നാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ ടൈം എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നിൽക്കുന്നവരെല്ലാം ഇറങ്ങിയിട്ട് വേണം ഇവർക്കുള്ള അടുത്ത സ്ലോട്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഇനി ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാനും ജീനയും ചെയ്യുന്നില്ല, പിള്ളേർ മാത്രമേ ഉള്ളൂ കേട്ടോ.
കേട്ടോ. ആ സൈഡിൽ കൂടെ പൊക്കോളൂ. കുറവാ. Right now we're troubled by the ocean. 45 മിനിറ്റാണ് ഒരു സെക്ഷൻ ഉള്ളത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എല്ലാവർക്കും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു 5 മിനിറ്റ് ആയതേ ഉള്ളൂ, ഇനി ടൈം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആവേശമായി. കാണുന്ന അത്ര ഈസി അല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം എന്താണ്ട് ഒരു 3 പേരും കൂടെ അടുത്തതിൽ കയറി. ഇതിലൊന്നും ആൾക്കാരെ അല്ല കേട്ടോ, ഇവർ 3 പേരും മാത്രമാണ് ആ ഒരു റൈഡിലുണ്ടായിരുന്നത്. പിന്നെ കയറിയത് ഇതിലാണ് കേട്ടോ. ഇതിലെനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കയറ്റാൻ. എനിക്ക് ഇത് കാണുമ്പോഴേ തലകറങ്ങാൻ തുടങ്ങും. പണ്ട് ഞാൻ വീഗാലാൻഡിൽ പോയപ്പോൾ ഇതുപോലെ ഒരെണ്ണത്തിൽ കയറിയതാണ്. അത് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ മൊത്തം നിലവിളിയായിരുന്നു. ഇവർ ഭയങ്കര ധൈര്യത്തിൽ പോയി കേട്ടോ കയറാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി മെക്ഡിയിൽ കയറി. അതുകൂടെ കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ പിന്നെ ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, അല്ല പിന്നെ വീണ്ടും പോയി ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് രാത്രി സ്നോ വരുമെന്ന് ഇങ്ങനെ പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സ്നോ ഒന്നും വന്നില്ല. സ്കോട്ട്ലാൻഡിലെ എല്ലാ ഭാഗത്തും ഭയങ്കര ഹെവി സ്നോയാണ് കേട്ടോ. പക്ഷേ ഗ്ലാസ്ഗോയിൽ എന്താണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാണ്. അടുത്ത ദിവസമാണ് കേട്ടോ. ഇന്ന് ഏട്ടൻ കോസ്കോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസായിട്ട് TV വാങ്ങിക്കൊണ്ട് വന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങണമെന്ന്, പക്ഷേ ഇന്ന് മേടിക്കുമെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് വാങ്ങണമെന്ന്. അങ്ങനെ ന്യൂ ഇയറിൽ ആദ്യമായിട്ട് TV ആണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ TV ഒക്കെ വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇന്നൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ച് ഒന്ന് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വാളംപുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. നല്ലൊരു മസാലയാണിത് കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മീൻകറിയൊക്കെ വെക്കുമല്ലോ, ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ആ ഒരു മസാലയും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന നെയ്മീനാണ് കേട്ടോ. അപ്പോൾ നെയ്മീൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. കുറേ നാളായിട്ട് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു വൈറൽ ഫിഷ് ഫ്രൈ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്ന് ഇത് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ നല്ല ചോറും ഈ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് ചീരത്തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേറെ കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് TV ഒക്കെ കാണുകയാണ് കേട്ടോ. TVക്ക് നമ്മൾ സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം വന്നിട്ട് കുറേ പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ പെട്ടിയില്ലായിരുന്നു, 1-2 പെട്ടിയുള്ളായിരുന്നു. അതുകൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഒരു മടിയും പിന്നെ ഫുള്ളൊരു നെഗറ്റീവ് ഫീലിങ്ങും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇന്ന് ഫുള്ള് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. ഒരു ആവേശം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം ചെയ്യും. അത് കയറാനാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നോക്ക്, പെട്ടിയുടെ പുറത്തൊക്കെയാണ് ബുക്കൊക്കെ വെച്ചിരിക്കണത്. അങ്ങനെ ഞാൻ ആ പെട്ടിയൊക്കെ എടുത്ത് പഴയതുപോലെ എല്ലാം അതിൻ്റേതായ സ്ഥലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ തുണി മടക്കാനും നനയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം തുണി മടക്കൽ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇവിടെ പിന്നെ ഈ ഒരു വാർഡ്രോബിനകത്ത് അധികം സ്പേസ് ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഞാൻ പെട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി ബാക്കി തുണികളൊക്കെ ഒന്ന് ഹാങ്ങൊക്കെ ചെയ്തിട്ടു. ഇവിടെ എന്താ അവർ തട്ട് വെക്കാത്തതെന്ന് അറിയത്തില്ല. ഒരു ഷെൽഫിനും തട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ 1-2 വാർഡ്രോബൊക്കെ മേടിച്ച് വെക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ആ പണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പോൾ കുറേ തുണി വിരിക്കാനും മടക്കാനും ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഷെൽഫ് ഫുള്ളിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് ചെയ്യും. പക്ഷേ തുടങ്ങാനാണ് എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്നറിയത്തില്ല, ഒരു താല്പര്യമില്ല ഒന്നിനോടും. അങ്ങനെ ഫുള്ള് എൻ്റെ ഷെൽഫെല്ലാം ഞാൻ നീറ്റാക്കി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി രാത്രിയിലത്തേക്ക് ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഹെൽത്തി പാസ്ത. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.